വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് എന്ന് തുടങ്ങുന്ന ആയത്തിലാണ് ജനങ്ങൾക്ക് മുമ്പിൽ എക്കാലത്തും മാതൃകയായി നിൽക്കുവാൻ പാകത്തിൽ മധ്യ നിലപാടുള്ള സമൂഹമായിട്ട് അള്ളാഹു നമ്മളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. ആ പറഞ്ഞ ആയത്തിന് തന്നെയും ഒരു പ്രത്യേകതയുണ്ട്. സൂറ അൽ ബക്കറയിലാണ് അതുള്ളത്. അതിൽ മൊത്തം ആയത്തുകൾ 286 എന്ന് നമുക്കറിയാം. നേർപകുതിയിലാണ് ഈ ഉമ്മത്തുൻ വസത്ത് 143 ആയത്തിലാണ് വരികയും ചെയ്തിരിക്കുന്നത്. ആ നിലക്ക് ഖുർആൻ്റെ ഈ ഇജാസിൻ്റെ ഭാഗമായിട്ട് അതിനെ കാണുന്നവരുമുണ്ട്. ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന ബിന്ദുക്കളായ തൗഹീദുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, ഈമാനിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതിൻ്റെ അനുബന്ധമായ ഇസ്ലാമികമായ ആചാരങ്ങൾ, ആരാധനകൾ, അതുണ്ടാക്കുന്ന സാംസ്കാരികമായ ചിന്തകൾ, മറ്റു ധർമ്മമൂല്യങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ, ഇവയെല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാവർക്കും അനുകരിക്കാവുന്ന, മാതൃകയായി നിൽക്കാവുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. നമുക്ക് ഈ ലോകത്ത് ഭൗതികാർജിതമായി ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും. പക്ഷേ അവയ്ക്കെല്ലാം തന്നെ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അനിശ്ചിതത്വമുണ്ട്. എത്ര കാലത്തേക്ക്, എത്ര വരെ, എങ്ങനെയായിരിക്കും എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ കൃത്യമായ നിയന്ത്രണമൊന്നുമില്ല. നമ്മുടെ അറിവ് കുറേ കഴിഞ്ഞാൽ മറന്നു പോകും. നമ്മുടെ മറ്റു സാമൂഹികമായ അംഗീകാരവും സ്വീകാര്യതയും അതും കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ മറന്നു പോകും. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എത്രയുണ്ടെങ്കിലും അത് ഈ ജീവിക്കുന്ന നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഉള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ സാമൂഹിക സാമ്പത്തിക സംവിധാനത്തിന് മാറ്റം വന്നാൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്തും പോകും. 8-10 കൊല്ലം മുമ്പ് നോട്ട് നിരോധിച്ചപ്പോൾ നമുക്കറിയാം, അന്ന് ഒരു രാത്രി കൊണ്ട് 1000-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ നോട്ടുകൾ കടലാസ് പോലെയായി, അതിനേക്കാളും വിലയില്ലാതെയായി. അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കും കയ്യിലുള്ള പണത്തിന് മൂല്യമുണ്ടാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മൂല്യം ഭാഗികമായിരിക്കും, ആപേക്ഷികമായിരിക്കും, മാറിക്കൊണ്ടിരിക്കും. മാറാത്ത, മാറ്റത്തിന് വിധേയമാവാത്ത മൂല്യമുള്ള ഒരേ ഒരു കാര്യമേയുള്ളൂ, അതാണ് ഈമാൻ. നമ്മൾ ആദർശം എന്ന് പറയും, അഖീദ എന്ന് പറയും. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് പകരം വെക്കാവുന്ന, അതിൻ്റെ മൂല്യത്തിലേക്ക് ഉയർത്താവുന്ന ഒരു സംഗതികളും ഈ ലോകത്ത് പടച്ചവൻ നിക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈമാനികമായ ജീവിതം, ഇസ്ലാമികമായ ജീവിതത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അത്മംതു അലൈക്കും നിഅമത്ത് ഇതിലൂടെയാണ് അള്ളാഹു പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞത്. നാം പറഞ്ഞ ബിരുദങ്ങൾക്കോ പഠനങ്ങൾക്കോ പ്രൊഫഷൻസിനോ സമ്പത്തിനോ ഒന്നുമില്ലാത്ത ഒരു പൂർത്തീകരണം, ഒരു ഇത്മാമ് ഇസ്ലാമിലൂടെ, ഈമാനിലൂടെ ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മിൽ കാണുന്നുണ്ട്. ആ ഒരു ഈമാനിക ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും എക്കാലത്തും മാതൃകയായി ജീവിക്കുക എന്നതാണ് ഇതുപോലുള്ള ഒരു സമ്മേളനത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല ഒരു റിസൾട്ടായിട്ട് നമുക്കുണ്ടാവേണ്ടത്. ഇതിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രമേയവുമാണ്. മതത്തെയും സമൂഹത്തെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പഠനമാണ്, ചർച്ചയാണ്, ചിന്തകളാണ്. അവയെ മൂന്നിനെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള തുടർ പരിപാടികളാണ് ഈ പറഞ്ഞ ഒരു മാതൃക സൃഷ്ടിച്ചെടുക്കുവാനും ഉള്ള മാതൃക നിലനിർത്തുവാനും ആവശ്യം. മതം എന്ന് പറയുമ്പോൾ ഞാൻ മുസ്ലിമാണ്, എൻ്റെ പേര് ജമാലാണ്, മുഹമ്മദാണ്, അഹമ്മദാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന മാത്രയിൽ ഒരു മുസ്ലിം എന്ന
വിശേഷണം അയാൾക്ക് നൽകുന്നു. അത് മതമാണ്. പക്ഷേ ഒരു കിണർ പോലെയാണ് മതം. കിണറിൻ്റെ മൂല്യം എപ്പോഴാണ് അറിയുന്നത്? 25 കോല് ആഴമുണ്ടായാലും കിണറാവുകയില്ല. കിണറിൻ്റെ മൂല്യം അറിയുന്നത് അതിലെത്ര വെള്ളമുണ്ട് എന്നറിയുമ്പോഴാണ്. കുറേ ആഴത്തിൽ കുഴിച്ചിട്ടും വെള്ളം ഒരു തുള്ളി ഇല്ലെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യും? മണ്ണിട്ട് മൂടും. അപ്പം അതുപോലെ തന്നെയാണ് മതം. മതം എത്രയുണ്ട്, എത്ര പെരുപ്പിച്ച് പറയാൻ സാധിക്കും എന്നതല്ല, മതത്തിൻ്റെ അടിയിൽ ഊറി വരുന്ന ഉറവ് ഈമാൻ എത്രയുണ്ട് അതാണ് പ്രധാനം. ആ ഈമാൻ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ഒരിക്കലും വറ്റാത്ത, വരണ്ടു പോവാത്ത ഈമാനിൻ്റെ അമൃത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക. അപ്പം ആ തരത്തിൽ നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരേ ഒരു കാര്യമാണ്: മതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ എല്ലാം കൊണ്ടും മാതൃകയാക്കണം. ഐ ആം ദ റോൾ മോഡൽ, ഞാനാണ് മാതൃക എന്ന് കുടുംബത്തിനകത്ത് പറയാൻ സാധിക്കണം, പള്ളിയിൽ വന്നാൽ പറയാൻ സാധിക്കണം, സമൂഹത്തിലാണെങ്കിൽ പറയാൻ സാധിക്കണം. ആ ഒരു മാതൃക സ്വീകരിച്ച് പ്രവർത്തിച്ച് പരിശീലിപ്പിച്ച് സ്വന്തമാക്കുക എന്നതാണ് നമ്മൾ നൽകുന്ന തർബിയത്തും. ഇസ്ലാം ആദർശം പഠിപ്പിക്കും പോലെ തന്നെ പ്രാധാന്യപൂർവ്വം നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് തർബിയത്ത് വേണമെന്നത്. തർബിയത്തിലൂടെ മാത്രമേ ഈ പറഞ്ഞ ചെറുതും വലുതുമായ കാര്യങ്ങൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിലും കുടുംബാന്തരീക്ഷത്തിലും വളർന്നു വരുന്ന യുവ സമൂഹത്തിലുമൊക്കെ പ്രശ്നമായി തീരുന്നത്, ആശങ്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നത് തർബിയത്തിൻ്റെ അഭാവമാണ്. കുട്ടികളും ആളുകളുമൊക്കെ വളഞ്ഞു പോകുന്നു, വ്യതിരിച്ചു പോകുന്നു, തെറ്റിപ്പോകുന്നു എന്നതിന് ഏക പരിഹാരം ഖുർആൻ നിർദ്ദേശിക്കുന്ന ഒരു തർബിയത്ത് കാലാകാലവും നൽകുക, കുടുംബത്തിൽ ലഭ്യമാക്കുക എന്നതാണ്. ആ തർബിയത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റി മരണം വരെയും ലഭിക്കുകയുള്ളൂ. നല്ല ഒരു ജോലിക്ക് നമുക്ക് പഠിച്ചാൽ മതി. പഠിക്കുക, പരീക്ഷ എഴുതുക, വിജയിക്കുക, നല്ല ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, നല്ല പ്ലേസ്മെൻറ്റ് ലഭിക്കുക, അങ്ങനെ നമുക്കൊരു നല്ല പ്രൊഫഷൻ നേടിയെടുക്കാം. ഒരു മാസത്തിൽ 6 അക്ക ശമ്പളം വാങ്ങിക്കുന്ന നല്ല ഒരു ജോലി ഒരാൾക്ക് നേടിയെടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഈ ജോലിയിൽ ഇനി അയാൾക്ക് തുടരാൻ എന്താണ് വേണ്ടത്? 10, 30, 40 വർഷം ആ ചെയറിൽ അയാൾക്ക് ഇരിക്കണം. അവിടെ എന്താണ് വേണ്ടത്? അയാളുടെ PhDയോ PGയോ UGയോ ഒന്നും ഇനി വേണ്ടതില്ല. ആ ചെയറിൽ ഇരിക്കാൻ ഇനി വേണ്ടത് ഈ പറഞ്ഞ ക്വാളിറ്റിയാണ്, വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ബോസിനോടും സഹപ്രവർത്തകരോടും ക്ലയൻസിനോടും മറ്റുള്ളവരോടും എല്ലാവരെയും ഹൃദയത്തിൽ ചേർത്ത് സേവനം ചെയ്യാൻ സാധിക്കുന്ന മാനുഷികതയാണ്, ധർമ്മമൂല്യമാണ് ഇനി അയാൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നേടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ ഉയർത്തുന്നതും നമ്മുടെ സാന്നിധ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതും ഈ പറഞ്ഞ മാതൃകാ വ്യക്തിത്വമാണ്. അതിനായിരിക്കണം നമ്മൾ എപ്പോഴും ഊന്നൽ നൽകേണ്ടത്. നമ്മുടെ പഠനങ്ങളും ഖുർആൻ ക്ലാസ്സുകളും ഒക്കെ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടത് ആ ഒരു കാര്യമാണ്. ഓരോ വെള്ളിയാഴ്ചയിലും ജുമഅ ഖുതുബ ഉപദേശം കേൾക്കുമ്പോൾ നമ്മൾ മറന്നു പോയത് പൊടിതട്ടിയെടുക്കാനും അങ്ങനെയുള്ള ഒരു പുരോഗതിയിലേക്കും പരിവർത്തനത്തിലേക്കുമായിരിക്കണം. ആ രൂപത്തിൽ നമ്മൾ സ്വയം സജ്ജമാവുക, സ്വയം സജ്ജമായിക്കൊണ്ട് സ്വന്തത്തെ തന്നെ നമ്മൾ ആദ്യം മാറ്റുക, മറ്റുള്ളവരെയും മാറ്റുക. ലോകത്ത് എല്ലാവരെയും മാറ്റിയെടുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. അതിന് മാത്രം കപ്പാസിറ്റിയും സംവിധാനങ്ങളും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഒരു കാര്യം എളുപ്പമാണ്, നമ്മൾ ആദ്യമായിട്ട് മാറുക. അതുതന്നെയാണ് ഇസ്ലാം ദീനും നമ്മളോട് പഠിപ്പിക്കുന്ന ലളിതമായ ഉത്തരവാദിത്വം. അങ്ങനെ ഓരോരുത്തരും സ്വയം മാറുവാനും സ്വന്തത്തെ പരിവർത്തിപ്പിക്കുവാനും
ഈ മാതൃകാ തലത്തിലേക്ക് ഉയർത്തുവാനും കഴിഞ്ഞാൽ സാമൂഹിക പുരോഗതി എളുപ്പമാകും, കുടുംബം ഭദ്രമാകും, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും, പുതിയ പുതിയ തുറവികളും മേഖലകളും നമുക്ക് സ്വന്തത്തിൽ സൃഷ്ടിച്ചെടുത്ത് ജീവിതത്തെ കൂടുതൽ രചനാത്മകമാക്കാനും സാധിക്കും. ഈ ഒരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് അള്ളാഹു നമ്മുടെ ഈ ഉദ്യമത്തെ വിജയിപ്പിച്ച് അനുഗ്രഹീതമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തക്കബ്ബലല്ലാഹു മിന്ന